നമസ്കാരം. വീണ്ടും മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനലിൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് സ്വർണത്തിന്റെ വില 60 രൂപ ഇറങ്ങിയിരിക്കുന്നു. 13,600 വെള്ളിയിൽ ഒരു ചേഞ്ചും ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷെ അത് കിടപ്പിലാണ്. 220 രൂപയ്ക്ക് കിട്ടും എന്ന് പറയുന്നു. 93.80 എന്ന് പറയുന്നു. അവിടെ തന്നെ കാര്യം ഇരിക്കുന്നു. ചൈനയുടെ വില ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ 120 എത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് അവിടെ ചെയ്തു എന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാം. ആക്ച്വലി നോക്കിയാൽ നിഫ്റ്റി വന്നിട്ട് 22,500 താഴെയാണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി 1,400 പോയിന്റിന്റെ അടുത്ത ഡമാൽ, അതായത് 2.6%. നോർമലായിട്ട് ഈ ബ്ലാക്ക് മാർക്കറ്റിന് ട്രംപ് തന്നെ കാരണമായിട്ടിരിക്കും. ഫോർ ചേഞ്ച് ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. RBI കമ്പ്യൂട്ടർ എഞ്ചിനീയർ തോക്കിൽ ഗുണ്ടുവെച്ച് നെറ്റിയിൽ വെച്ച് എയിം ചെയ്തു. ഹോട്ട് ഫയർ എന്ന് പറഞ്ഞു. ബാങ്കിന്റെ തലയിലാണ് പൊട്ട് വച്ചിരിക്കുന്നത്. ഞാൻ അങ്ങനെ ചെയ്തു എന്നതിനെ കുറിച്ച് നോക്കാം. ഇതൊക്കെ $4 ബില്യൺ വൺ സൈഡഡാ മാർക്കറ്റിൽ ഷോർട്ട് എടുത്തിരുന്നു. നിങ്ങൾ അതിനെ ഉടനെ കുറച്ച് $100 മില്യൺ ആക്കണം എന്ന് പറഞ്ഞു ചട്ടം ഇട്ടിരിക്കുന്നു. വീക്കെൻഡ് ഫുള്ളായിട്ട് അവർ കെഞ്ചി നോക്കി. പക്ഷെ അതിന് ഒരു പ്രയോജനമില്ലാതൊന്നും പറ്റൂല എന്ന് പറഞ്ഞിരിക്കുന്നു. $3.95 ബില്യൺ വിറ്റിരിക്കുന്നു. ഒരേടിയ ഡോളറിന് വിൽക്കാൻ വന്ന ഉടനെ ആ സപ്ലൈ കാരണം ഒരു സ്പൈക്കിൽ ഒരു രൂപ കയറി 93 രൂപ 80 എത്തിയിരിക്കുന്നു. ഇൻഫാക്ട് 60 ഓപ്പൺ ആയി 93.80 വന്നിരിക്കുന്നു. ഇപ്രാളെ പറയണ്ട, പെട്ടെന്ന് 95 എത്തും. 2 ദിവസത്തിന് ബാങ്കിന് ടോട്ടൽ ബിൽ 4,000 കോടി. ബാങ്കിൻ്റെ ലോസ് വന്നിട്ട് 4,000 crores. ആ ലോസിന് ഈ ക്വാർട്ടറിൽ തന്നെ കാണിക്കണം. ആ പറയുമ്പോൾ കോൺഗ്രസ്കാര എന്ന് പറയും. പുറകെ എക്കണോമിക് ടൈംസിലും ഒരു ആർട്ടിക്കിൾ വന്നിരിക്കുന്നു. എക്കണോമിക് ടൈംസ് വന്നിട്ട് ദണ്ടാൽ ബിസ്കി എടുക്കുന്ന പേപ്പർ 4,000 കോടി ഗോവിന്ദോ എന്നത് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയോണം. ഇന്നത്തെ കാര്യം ഈ ബോണ്ട് ഡീലൊക്കെ ഏറിക്കൊണ്ടേ പോകുന്നു. RBI വന്നിട്ട് റേറ്റിന് 5.25 വച്ചിരുന്നു. ഏറെ മേളിൽ തൂക്കി. മാർക്കറ്റ് വന്നിട്ട് ബോണ്ട് റേറ്റ് 7% ഇരിക്കുന്നു. RBI വന്നിട്ട് ഈ ബാങ്കെല്ലാം ഈ ബോണ്ട് വാങ്ങിയാവണം എന്ന് ചട്ടം ഇരിക്കുന്നല്ലേ. ഇത് കാരണം ബാങ്ക് ഒക്കെ വാങ്ങിയിരിക്കുന്നു. റേറ്റ് കയറുവാണെങ്കിൽ ബോണ്ടിൻ്റെ വാല്യൂ കുറയും. മാർക്കറ്റ് ലോസസ് വേറെ ഇരിക്കുന്നു. ഇവിടെയും ഒരു 2,000-3,000 കോടി പോകും എന്ന് പറയുന്നു. മൊത്തത്തിൽ $1 ബില്യൺ ലോസിന് ബാങ്കിന് ചെയ്തു വച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ ഞാൻ പറയുന്നത് എക്കണോമിസ്റ്റായിട്ട് നോക്കി ഇടുവാണെങ്കിൽ ഇതൊന്നും നടക്കൂല. രാജൻ പോലത്തെ ആളെ ഇടാം, പിന്നെ സുബ്രഹ്മണ്യൻ പോലെയും ആൾക്കാരെ ഇടാം. നമ്മൾ ആവശ്യത്തിന് വേണ്ടിയിട്ട് ബൂംബുമാറിനെ പോലെ ആൾക്കാരെ ഇടുവാണെങ്കിൽ ഇത് തന്നെ നടക്കും. വന്നു ഇനി നമുക്ക് ഹെവി ലോസ് ആണ്. എല്ലാ ബാങ്ക് ICIC എല്ലാം 52 വീക്ക് ലോക്ക് താഴെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്നും താഴെ പോകും. ഇതേ റേഞ്ച് ചെല്ലുവാണെങ്കിൽ 21,500 അടുത്ത് വരും. 10 ദിവസം മാർക്കറ്റ് നടക്കുവാണെങ്കിൽ. ട്രംപ് ഭാഗവതർ എന്ത് പറയുന്നു എന്നാൽ, ഞാൻ പറഞ്ഞതിനൊക്കെ ഇറാൻ കേട്ടില്ല, ഞാൻ അകത്ത് വിട്ട് ഐലൻഡിനെ പിടിക്കും എന്ന് പറയുന്നു. അവിടെ ഐലൻഡിനെ പിടിക്കുവാണെങ്കിൽ അരാംകോയിനെ അടിച്ച് നിമിത്തുമെന്ന് മലാൽ പറയുന്നു. മൊത്തത്തിൽ ശരിയായിട്ടുള്ളൊരു കോമ്പറ്റീഷനാണ് മിഡിൽ ഈസ്റ്റിൽ നടക്കുന്നു. ഇവിടെ എന്തെന്ന് വെച്ചാൽ ഇത് കാരണം ഒരെണ്ണം ഷോർട്ടേജ് ഇല്ല എന്ന് പറയുന്നു. എൻ്റെ സ്വന്തം സ്ഥലം തിരുച്ചിയുടെ അടുത്ത് ഞാൻ പോയ സമയം നോക്കിയായിരുന്നു. ഒരുപാട് സ്കൂളും കോളേജും ഒക്കെ മൂടിയായിരുന്നു അവിടെ. ആ കോളേജ് ഹോസ്റ്റലിൽ ഭക്ഷണം കൊടുക്കാൻ സിലിണ്ടർ ഇല്ല എന്ന് പറയുന്നു. വിറക് അടുപ്പ് കൊണ്ട് ഇത്രയും പേർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റൂല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഡീസൽ, അത് ഈ LPG ഡീസലൊക്കെ കറക്റ്റ് റേറ്റിൽ വാങ്ങണമെന്ന് പറഞ്ഞ് ആൾമോസ്റ്റ് 110 മുകളിൽ ഇരിക്കുന്നുവെന്ന് ഇൻഡസ്ട്രിയൽ ഡീസൽ. സ്കൂൾ ബസ്സിനൊക്കെ ഇൻഡസ്ട്രിയൽ റേറ്റിൽ വാങ്ങിയാണ് ഡീസൽ തരാം. റേറ്റിൽ വിടുവാണെങ്കിൽ കട്ടുപ്പടി ആവത്തില്ല എന്ന് സ്കൂൾ ബസ്സിനെ നിർത്തിക്കൊണ്ട് എല്ലാത്തിനെയും ഓൺലൈനിൽ കൊണ്ട് ചെന്നുള്ളതായിട്ട് ന്യൂസൊക്കെ പറയുന്നു. അങ്ങനെ കണ്ടിന്യൂ ആകുവാണെങ്കിൽ പിള്ളേരൊക്കെ ഇന്നും 1 മാസത്തിന് ഓൺലൈൻ സ്കൂളിംഗ് സിസ്റ്റം തുടങ്ങേണ്ട സ്ഥിതി എത്തും. ഇതാണ് ഇപ്പോൾ ഉള്ള ന്യൂസ്. ഓട്ടോ വന്നിട്ട് 0.8% ഡൗൺ ആണ്. IT 0.6% ഡൗണ്. ശേഷം ഫാർമ 0.9% ഡൗൺ. FMCG 0.2% ഡൗൺ. അറ്റലിനെ കുറച്ച് വച്ചിരിക്കുന്നു. അറ്റലും അകപ്പെട്ട് പോകും പെട്ടെന്ന്. അപ്പോൾ നമുക്കിന്ന് ഒരേ കൊണ്ടാട്ടമാണ്. ഇതെന്ന് വെച്ചാൽ നാറ്റ്കോ 2.5% കയറിയിരിക്കുന്നു. ടാറ്റ മോട്ടോഴ്സ് കമേഴ്ഷ്യൽ വെഹിക്കിൾ 6% ഗാലി. IDFC ബാങ്ക് 4% ഗാലി. ഡസൻ ബാങ്ക് 3 ഗാലി. ജവലേഴ്സ് 2 ഗാലി. ഇന്ത്യൻ ബാങ്ക് 2.5 ഗാലി. കർണാടക ബാങ്ക് 2.1 ഗാലി. ഡി 1.7% ഗാലി. ഫൈനാൻസ് 1.7 ഗാലി. സൈഡസ് ലൈഫ് സയൻസസ് 1.2% ഗാലി. കാരണം RBI വന്നിട്ട് ഫോറക്സ് ക്യാപ് കാരണം 5,000 കോടി നഷ്ടത്തിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് കമ്പ്യൂട്ടർ സയൻസ് വന്നിട്ട് A1 A2ക്ക് വേണ്ടി
കടൻ കഷ്ടമായിരിക്കുന്നല്ലോ, നമ്മൾ ഹെൽപ്പ് ചെയ്യണം എന്ന കാരണത്താൽ ഇന്ത്യയുടെ ഫോറിൻ റിസർവ്സ് $30 ബില്യൺ കാണാനില്ല. ഫോറിൻ കമ്പനിയൊക്കെ തുറന്നവൻ ഇന്ത്യയിലുള്ള കമ്പനി എടുത്ത് പൂട്ടിക്കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാതെ അതിനെ താൽപ്പാലിട്ടിരിക്കുന്നു. ഈ ബില്യൺ വെറും മാർച്ചിൽ മാത്രമുള്ള നഷ്ടമാണ്. പണം വെളിയിൽ ചെന്നിരിക്കുന്നു. എക്സ്റ്റേണൽ പ്രഷർ എന്ന കാരണത്താൽ പ്രേ ഡെഫിസിറ്റ് ഇന്നും വൈഡനാവും. രൂപ പ്രഷറിൽ വരും. 4000 കൂടെ കൊടുത്തിയത് 2 ദിവസത്തിൽ ചെല്ലും. ട്രംപ് തിരികെ ഐലൻഡ് പിടിക്കുവാണെങ്കിൽ ഇവർ സൗദിയിൽ ഗുഡ് ഇടുമെന്ന് വെച്ചോ. ഇവർ UAE ഒക്കെ കളിച്ചാണ് ഗുഡ് ഇടേണ്ടത്. ഖത്താറിൽ ഓൾറെഡി പ്രോബ്ലമാണ്. ഇതൊക്കെ നോക്കുന്ന സമയം ഇന്ത്യക്ക് $100 ബില്യൺ $1 ബില്യൺ റിമിറ്റൻസ് അവിടെ നിന്ന് തന്നെ വരുന്നു. അവരൊക്കെ ഓടി വരും. റെമിറ്റൻസും വരത്തില്ല. കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത് അങ്ങനെ പിളർന്ന് നിൽക്കും. അങ്ങനെയെന്ന് വെച്ചാൽ രൂപ പ്രഷറിൽ ഗുമ്മെന്ന് കയറും. ഗോൾഡും ഡോളറും വച്ചിരിക്കുന്നവരൊക്കെ ഹാപ്പിയായി ചിരിക്കും. അതായത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഗോൾഡ് വീണതാലും നമ്മൾ റുപ്പി വന്നിട്ട് അപ്പോൾ ആപത് പാണ്ഡവൻ പോലെ രക്ഷിക്കും. ഇത് വന്നിട്ട് വളരെ സ്ട്രെസ്സിലാണ് ഇരിക്കുന്നു. ഇന്ത്യയുടെ മിഡിൽ ക്ലാസ് റെഡിയായിട്ട് കടന വാങ്ങി, ഫോൺ വാങ്ങാനും വെക്കേഷൻ പോകാനും കടൻ വാങ്ങി, പിന്നെ മങ്ങാത്ത കളിക്കാനും കടൻ വാങ്ങി വളരെ പാടായിട്ടാണ് ഇരിക്കുന്നു. കാലത്തിൽ കൂജ തൂക്കിക്കൊണ്ടിരുന്ന മാർസലസ് ക്യാപിറ്റൽ ചേർന്ന ആള് പറഞ്ഞിരിക്കുന്നു. ഇതിലൊരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. ഇതിൽ വന്നിട്ട് 40% ശമ്പളം വന്ന് EMIക്ക് ചെല്ലുന്നു എന്ന് അവർ പറയുന്നു. 40% തന്നെ പറയുന്നു. പക്ഷെ അത് കുറവായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. 1 ലക്ഷം ശമ്പളം വാങ്ങുന്ന വരയ്ക്കും ഇരിക്കുന്നു. മിഡിൽ ക്ലാസ് സേവിങ് വന്നിട്ട് 50 ഇയർ ലോ ഇരിക്കുന്നു. ഹുത്തൂനി എന്ന് പറഞ്ഞ് യമനിൽ കുറച്ച് ദോസ്ത് വച്ചിരിക്കുന്നു. ഈ ഇറാന് പുതിയ എന്ത് ചെയ്തു എന്നാൽ ഇത് ഒരു പൈപ്പ് ലൈൻ ഇട്ട് റെഡ് സീ വഴിയായിട്ട് ചുറ്റി കൊണ്ടുവരാമെന്ന് നോക്കി. ഹുത്തൂനി ആക്ടിവേറ്റ് ചെയ്ത കാരണം ആ റെഡ് സീയും ചോക്ക് ചെയ്യാം. ഇറാൻ പുതിയതായിട്ട് തിട്ടമിട്ടിരിക്കുന്നു. അത് സക്സസ് ആകുവാണെങ്കിൽ ഓയിൽ $200 വരയ്ക്ക് പോകാമെന്ന്. 6 വർഷം കഴിഞ്ഞ് ആദ്യത്തെ പ്രാവശ്യം സെൻസെക്സ് നെഗറ്റീവ് റിട്ടേൺ കൊടുക്കാൻ പോകുന്നു. സെൻസെക്സും ഡമാൽ റിലയൻസ് സ്റ്റോക്ക് വളരെ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവരെ പാവം കച്ചാനെ വാങ്ങി റിഫൈൻ ചെയ്ത് വെളിനാട്ടിന് വിൽക്കുന്നു. അപാരത്തിലിരിക്കുന്നു. അത് ഇതെന്ന് പറഞ്ഞ് ചെലവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലാതെ മുംബൈ ടീമിൽ ആൾക്കാരൊക്കെ കാശ് കൊടുത്ത് വാങ്ങിയിട്ടിരിക്കുന്നു. അതിൻ്റെ മാർജിനും അടിപ്പെടും. പെട്രോൾ എത്തനോളിൽ ഇന്ന് മിക്സ് ചെയ്യാം, പോലെ ഡീസലിലും എത്തനോളിന് കൂടുതൽ മിക്സ് ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നു വെച്ചാൽ ഇട്ട പ്ലാൻ പ്രകാരം നിങ്ങളെല്ലാവരും പ്രീമിയം പെട്രോൾ വാങ്ങിയില്ലെങ്കിൽ നിങ്ങളെ എൻജിൻ കാണാതെ പോകും. ഇനി തൊട്ട് നിങ്ങളെല്ലാവരും സ്പെഷ്യൽ പെട്രോളാണ് വാങ്ങണം. ഒരു മാസ്റ്റർ സ്ട്രോക്കാണ്. ordinary പെട്രോളിൽ 50% എത്തനോൾ കലക്കുവാണെങ്കിൽ ബൈക്കിൻ്റെ എഞ്ചിനൊക്കെ 2 ദിവസത്തിൽ പോവും, ഒരു 6 മാസത്തിൽ പോവും. കാരണം എല്ലാവരും ഫോഴ്സ് ചെയ്ത് 150 രൂപ പെട്രോൾ വാങ്ങും. ഒരു ഐഡിയ ചെയ്തിരിക്കുന്നവർ ഒരു കാര്യം. അതിൻ്റെ ശേഷം വന്ന് എന്തായെന്നാൽ 10 വർഷത്തിൻ്റെ റിട്ടേൺ പോകുമെന്ന് പറയുന്നു. ബാങ്കിൽ 21,600 വിലുവാണെങ്കിൽ 5 വർഷത്തിൻ്റെ റിട്ടേൺ ഗോവിന്ദ എന്ത് പറയുന്നു എന്നാൽ 10 വർഷമായിട്ട് 21,600 പോയാവുന്നത് കയറാൻ ഒരു 5 കൊല്ലം എടുക്കും. 10 വർഷത്തിൻ്റെ റിട്ടേൺ ഗോവിന്ദ എന്ന് പറയുന്നു. എല്ലാവരും എന്ത് പറയുന്നു എന്നാൽ പർട്ടിക്കുലർ കാർ മോഡൽസിന് വന്നിട്ട് പാർട്ട് സപ്ലൈ ചെയ്ത കാരണം നിർത്തി. ഡയറക്റ്റ് ലൈൻ പറയുന്നു ഞങ്ങൾ 40 പുതിയ സ്റ്റോർ തുറക്കാൻ പോകുന്നു എന്ന്. അതും 2027 എക്സ്പാൻഷൻ തുടരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. TC വന്നിട്ട് ഒരു ചെറിയ US സബ്സിഡറി ക്ലോസ് ചെയ്തു. അതുവരെ 4 കോടി രൂപയാണ്. ഡോക്ടർ റെഡ്ഡി എന്ത് ചെയ്യുന്നു എന്നാൽ ബ്രാൻഡിങ് ചെയ്യുന്നു. ട്രേഡ് മാർക്ക് ഡിസ്പ്യൂട്ട് ഇരിക്കുന്ന കാരണം ബ്രാൻഡിങ് ചെയ്യുന്നത്. ഇരിക്കുന്ന ഗുഡ്സിൽ വന്നിട്ട് 30 ഡേയ്സിൽ വിൽക്കണം എന്ന് പറയുന്നു. EV വെഹിക്കിളിൽ 6 മാസം ലീഡിനെ വന്നിട്ട് 1 ഇയർ ലീഡായിട്ട് മാറ്റിയിരിക്കുന്നു. EVS ആണ് നമ്പർ 1 ബ്രാൻഡ്. ശേഷം വന്നിട്ട് വിജയ്പത് സംഘാനിയ മരിച്ചിരിക്കുന്നു. അവരെ പയ്യൻ ആപ്പ എന്നതിൽ അവർ വന്നിട്ട് നിമ്മതിയായിരിക്കുന്നു. പെട്ട ആപ്പയൊക്കെ വരട്ടി വിട്ടവർ അവരെന്ത് പറയുന്നു എന്നാൽ സിംഗാനിയ ഈ ലഹസി സ്ട്രെങ്തനെയും ഫൈനാൻസ് റിസ്ക്കും നോക്കുന്ന സമയം അതിനെ വാങ്ങാതിരിക്കുന്നതാണ് നല്ലത്. പറഞ്ഞിരിക്കുന്നു എനിക്ക് എല്ലാ ഹെൽപ്പും ചെയ്തു, കമ്പനിയൊക്കെ ഒളിച്ചു, വരത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ പ്രോഫിറ്റ് വളരെ കയറിയിരിക്കുന്നു. 1000 കോടി ചെക്ക് റെഡിയായി വെച്ചിരിക്കുന്നു. ഒരട്ടാരിയം തീർന്നതിൻ്റെ ശേഷം 10,000 കോടി ചെക്കിനെ വാങ്ങിയിട്ട് ഓടിപ്പോ എന്ന് പറഞ്ഞിരിക്കുന്നു.
ലില്ലി എന്ത് പറയുന്നു എന്നാൽ ലില്ലി എന്ത് പറയുന്നു എന്നാൽ കിംസിലറൊപ്പം ഒരു കമ്പനിയോടൊപ്പം ഡീലിട്ട് ആർമയിൽ AI യൂസ് ചെയ്ത് സെർച്ചിനെ ബെറ്റർ ആക്കാമെന്ന് തീരുമാനിച്ചിരിക്കുന്നു. ഫ്ലിക്കോ എന്ന കമ്പനിയിൽ എന്നെന്തവന്ന് കമ്പനിയായിട്ട് പിരിച്ച് സെപ്പറേറ്റ് കമ്പനിയായിട്ട് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നു. കാരണം ബെറ്റർ വാല്യുവേഷൻ വരും എന്ന് പറയുന്നു. ഇതാണ് ഇന്നുള്ള മുഖ്യ വാർത്ത. പറ്റാസ് ലിസ്റ്റിൽ ഒരുപാട് സ്റ്റോക്സ് ഇരിക്കുന്നു. പറ്റാസ് ലിസ്റ്റിലിരിക്കുന്ന സ്റ്റോക്സിനെ കൺസിഡർ ചെയ്ത് ലാഭം നിങ്ങൾക്ക് എടുക്കാം. അപ്പം വരാൻ കുറച്ച് സമയമെടുക്കും. കാഗൽ ഐലൻഡ് പിടിക്കും എന്ന് പറയുന്ന ട്രംപ് എന്താ പിടിക്കുവാണെങ്കിൽ ഒരുപാട് പ്രഷർ വരും. കോയിനെയും ഇറാൻ താക്കും. കാരണം കച്ച എണ്ണയുടെ വില 200 ടച്ച് ചെയ്യേണ്ട ചാൻസ് ഒരുപാട് ഇരിക്കുന്നു. ട്രംപ് അൾട്ടി അടിച്ചു ഒന്നുമില്ല എന്നും പറയാം. എല്ലാം നിങ്ങളെ ഡിസിഷനാണ്. നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.